ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. 2 Kings chapter 5 verses 1-40. Ministry of healing. The healing story of Naaman with his faith and obedience in God through the prophet in Israel called Elisha. നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യത്യസ്തമായ വഴികളിലൂടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നയമാൻ്റെ കഥ. ദൈവകരുണ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി ഏവർക്കും ഏത് ജനതയ്ക്കും ലഭ്യമാണ് എന്ന് ഈ ഭാഗം നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. എലീഷ മുഖാന്തരം ഇസ്രായേലിന് വെളിയിൽ, അതായത് ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാനിൽ ദൈവിക പ്രവൃത്തി നടക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. നയമാൻ ഒരു ശക്തനായ സേനാധിപതിയായിരുന്നു എങ്കിലും അവൻ കുഷ്ഠരോഗത്താൽ ഭാരപ്പെട്ടിരുന്നു. ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു ബാലിക മുഖാന്തരമാണ് നയമാന്റെ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതൽ നടക്കുന്നത്. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നിരുന്ന വേളയിൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്നും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിരുന്നു എങ്കിൽ സൗഖ്യം ലഭിച്ചേനെ എന്നും പറഞ്ഞു. ഇതറിഞ്ഞ ആരാം രാജാവ് നയമാനോട്, ഞാനൊരു എഴുത്ത് തരാം, അതുമായി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ പോയി വരാൻ പറഞ്ഞു. ഇത് കേട്ട നയമാൻ തനിക്ക് വിടുതലുണ്ടെന്ന് വിശ്വസിച്ച് തന്റെ രാജാവിന്റെ ദൂതിനനുസരിച്ച് ഒരുക്കത്തോടെ ഇസ്രായേലിലേക്ക് തിരിച്ചു. എന്നാൽ ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി, അവനിതാ കുഷ്ഠരോഗം മാറ്റി കൊടുക്കേണ്ടതിന് ഒരാളെ അയച്ചിരിക്കുന്നു, മരിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? ഇതിനാൽ ഷണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയില്ലയോ എന്ന് പറഞ്ഞു. എന്നാൽ ഇതറിഞ്ഞ ദൈവപുരുഷനായ എലീശ നയമാനെ സൗഖ്യമാക്കാൻ തയ്യാറാകുന്നത് കാണാം. ഇതനുസരിച്ച് നയമാൻ എലീശയുടെ വീട്ടുവാതിക്കൽ വന്നു. അപ്പോൾ എലീശ ആളയച്ച് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ സൗഖ്യം വരും എന്ന് പറയിച്ചു. എന്നാൽ നയമാൻ എലീശയിൽ നിന്ന് നേരിട്ടൊരു വിടുതൽ ലഭിക്കുമെന്നാണ് ധരിച്ചിരുന്നത്. ആയതിനാൽ നയമാൻ ഏറ്റവും ക്രോധത്തിലായി. അപ്പോൾ നയമാന്റെ ഭൃത്യന്മാർ അവന്റെ അടുക്കൽ വന്ന്, പ്രവാചകൻ വലിയൊരു കാര്യം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നീ അത് ചെയ്യാതെ ഇരിക്കുമോ എന്ന് ഉപദേശിച്ചു. ഈ ഉപദേശം കേട്ട് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുകയും ശരീരം ഒരു ബാലന്റെ പോലെ ശുദ്ധനായി തീരുകയും ചെയ്തു. ഇതിലൂടെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് 3 ദൈവചിന്തകളാണ്. ഒന്നാമതായി, ദൈവം ഏറ്റവും ചെറിയവരെയും ഉപയോഗിക്കുന്നു. നയമാനെ എലീശയുടെ അടുക്കൽ രോഗസൗഖ്യത്തിനായി കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചത് ഒരു ചെറിയ ബാലികയായിരുന്നു. അവളുടെ വാക്കുകൾ നയമാന്റെ ജീവിതത്തിൽ സൗഖ്യവും മാറ്റങ്ങളും ഉണ്ടാക്കി. ഞാൻ ദൈവപ്രവൃത്തിക്ക് യോഗ്യനോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും എടുത്തുപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവം നമ്മളിൽ കൂടി വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. രണ്ടാമതായി, ദൈവത്തിന്റെ വഴികൾ മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാണ്. നയമാൻ കരുതിയത് പ്രവാചകനായ എലീശ തന്നെ വലിയ ആചാരപ്രകാരം നേരിട്ട് സൗഖ്യമാക്കുമെന്നാണ്. അതായത് എലീശ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ച് തൻ്റെ രോഗം ബാധിച്ച സ്ഥലത്തിന്മീതെ കൈ ആട്ടി സൗഖ്യം കൽപ്പിക്കുമെന്ന് കരുതി. എന്നാൽ എലീശയുടെ മറുപടി നയമാന്റെ ചിന്തകൾക്ക് എതിരായതിനാൽ അവനിൽ വേദന ഉളവാക്കി. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ടാണ്. നയമാൻ ആദ്യം ദൈവത്തിന്റെ പദ്ധതി അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ അതനുസരിച്ചപ്പോൾ മാത്രമാണ് വിടുതൽ ലഭിച്ചത്. മൂന്നാമതായി, ദൈവത്തോടുള്ള പൂർണ്ണ അനുസരണമാണ്. നയമാന്റെ സേവകർ അവനെ ഉപദേശിച്ച് എലീശ പറഞ്ഞ പ്രകാരം ചെയ്തപ്പോൾ മാത്രമാണ് പൂർണ്ണ വിടുതലും സൗഖ്യവും ലഭിച്ചത്. പലപ്പോഴും നമ്മളും പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കാൻ ശ്രമിക്കാത്തവരാണ്. ദൈവവചനം വായിച്ചു പഠിക്കണം, എന്നാൽ നമ്മൾ സമയം കണ്ടെത്താറില്ല. പ്രാർത്ഥിക്കണം, അതിന് ദിവസവും സാധിക്കുന്നുണ്ടോ? ദൈവ വഴിയിൽ നടക്കണം, എന്നാൽ ലോകസുഖം അതിന് നമ്മളെ അനുവദിക്കാറുണ്ടോ? നയമാന്റെ ജീവിതത്തിൽ എന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം നടത്തും. എന്നാൽ നമ്മൾ കരുതുന്ന വഴിയിലൂടെ ആയിരിക്കണമെന്നില്ല. നമ്മൾ ദൈവത്തോട് പൂർണ്ണമായും അനുസരിക്കാൻ തയ്യാറാകണം.
നയമാൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നതും ഓർമ്മിപ്പിക്കുന്നതും ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കുക, ദൈവം മറുപടി നൽകും; അനുസരിക്കുക, ദൈവം അത്ഭുതം കാണിക്കും; വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കും. ഈ ചിന്തകളിലൂടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.